ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിജിറ്റൽ ബോട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈഫൈ സ്വിച്ച് അഥവാ വൈഫൈ ബ്രേക്കർ എന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് 599 രൂപയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെ മിക്കവാറും ഉള്ള എല്ലാ ഡിവൈസസും സ്മാർട്ട് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൈഫൈ സ്വിച്ച് അല്ലെങ്കിൽ വൈഫൈ ബ്രേക്കർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് വൈഫൈ സ്വിച്ച്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് യൂസർ മാനുവൽ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വോളിൽ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഉള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ഡബിൾ ടേപ്പ് വെച്ചും ചെയ്യാം. അപ്പം നമുക്കിത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ബൾബ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് സെറ്റപ്പ് ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൾബ് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയർ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്താണ് നമ്മുടെ വൈഫൈ സ്വിച്ച് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വിച്ച് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മൊത്തം ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത്. ഇനി നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചെറിയൊരു ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാരണം ഇവിടെ ലൈറ്റിൻ്റെ ഇത് കാരണം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ആപ്പിൽ കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി ലെഫ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാൾ ആയിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പം ആഡ് ചെയ്യുന്നതിന് നമ്മൾ ഇവിടെ ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ നമ്മൾ സെറ്റിങ്സ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കണം, ലൊക്കേഷൻ അലോ ചെയ്ത് കൊടുക്കണം, ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്യണം, ബ്ലൂടൂത്ത് ഓൺ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ഓൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്തൊക്കെ ഓൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് എല്ലാം ഓൺ ചെയ്ത് കൊടുത്തു. ഇവിടെ ആഡ് മാനുവലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ സാധനം താഴെ ഏതാണ് നമ്മുടെ വൈഫൈ സ്വിച്ച് എന്ത് ചെയ്യണം, ഇതാണ് ബ്രേക്കർ വൈഫൈ സ്വിച്ച്. അപ്പോൾ നമ്മളിതെടുത്ത് നമ്മുടെ വൈഫൈ നെയിമും കാര്യങ്ങളും എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വൈഫൈ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇവിടെ നമ്മുടെ ഈ ഡിവൈസ് ഇവിടെ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്ലിങ്ക് ഇങ്ങനെ കാണാം, ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ബ്ലിങ്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡിവൈസ് ഇപ്പോൾ തന്നെ കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഇപ്പം ആയിട്ടുണ്ട്, കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ബട്ടൺ. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി പെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ വെച്ച് ലോകത്ത് എവിടെ വെച്ചായാലും നമ്മുടെ ഈ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് മൊബൈൽ ഡേറ്റയും നമ്മുടെ വീട്ടിൽ വൈഫൈയും മാത്രം മതി. ഇതിൻ്റെ റെസ്പോൺസ് തന്നെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ല ഫാസ്റ്റായിട്ടാണ് ഇത് ഓഫ് ആവുന്നതും ഓൺ ആവുന്നതും. നമുക്കിത് അല്ലാതെ ഇവിടെ സെറ്റിങ്ങിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അലക്സയും നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ച് കൺട്രോൾ ചെയ്യാം. ഞാൻ ലാസ്റ്റിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചൊന്ന് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ടേൺ ഓൺ ലൈറ്റ്. All right, turning on the light. Turn off light. Got it. Turning the light off. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഇത് എന്തായാലും വളരെ യൂസ്ഫുൾ ആവും. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ മറന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാലും നമ്മുടെ വീട്ടിൽ ജസ്റ്റ് വൈഫൈ മാത്രം മതി. ഫോണിൽ മൊബൈൽ ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ ആദിത്യ സൈനിങ് ഓഫ്.